بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ 82 മറിയം സൂറത്തിൽ നിന്നുള്ള 46-ാമത്തെ ആയത്ത് മുതൽക്കാണ് നമ്മൾ ഇതിലെടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹീം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. ഖാല ആസർ പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ ഉപ്പ പറഞ്ഞു, അറാഗിബുൻ അൻത, നീ ആഗ്രഹിക്കുന്നത്, നീ ഉപേക്ഷിച്ചു സംസാരിക്കുകയാണോ? അന്നാലിഹത്തി, എൻ്റെ ദൈവങ്ങളെ സംബന്ധിച്ച് എൻ്റെ ദൈവങ്ങളെ ഉപേക്ഷിച്ച് സംസാരിക്കുകയാണോ നീ ചെയ്യുന്നത്? യാ ഇബ്രാഹിമെ, ലൈലം തന്തഹി, ഇതിൽ നിന്ന് നീ വിരമിക്കുന്നില്ലെങ്കിൽ ലാർജുമന്നക്ക, നിന്നെ ഞാൻ എറിഞ്ഞോടിക്കും. വഹ്ജുർനി മലിയ, എന്നെ തൊട്ട് നീ വിട്ടു നിൽക്കണം. മലിയ, കുറച്ചു കാലം. ഇതാണ് ഇബ്രാഹിം നബിക്ക് കിട്ടിയ മറുപടി. 2-4 സ്ഥലത്ത് 2-4 ആയത്തുകളിലായി അദ്ദേഹം പിതാവിനെ ഉപദേശിച്ചു. ഈ ഉപദേശത്തിന് കിട്ടിയ മറുപടി ഇതായിരുന്നു. യാ അബത്തി എന്നെല്ലാം പറഞ്ഞിട്ട് ആദ്യമായിട്ട് അദ്ദേഹം ഉപദേശിച്ചത് യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈഅ എന്നാണ് പിതാവിനെ വിളിച്ചു പറഞ്ഞത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെ തുടർന്ന് 4 സ്ഥലങ്ങളിൽ 4 പ്രാവശ്യമായിട്ട് പിതാവിനെ വിളിച്ചു പറഞ്ഞതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം പിതാവിനെ വിളിച്ചു പറഞ്ഞത് ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ, പിതാവേ, നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നത്? അതിന് കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, മനുഷ്യന് ഉപകാരം ചെയ്യാൻ പറ്റില്ല, ഉപദ്രവത്തെ തടുക്കാൻ ഒന്നിനും കഴിയാത്ത ഈ വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനാ? ആരാധിച്ചതുകൊണ്ട് എന്താണ് ഫലം എന്നുള്ള ഉപദേശം വെച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള ഒരു പ്രചോദനമാണ്, ഒരു വഴിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായിട്ട് പറഞ്ഞത്. ഇതിനെ തുടർന്ന് 2-4 കാര്യങ്ങൾ ഉപദേശിച്ചു. അതിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയ. പിതാവേ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ വന്നാൽ നിങ്ങൾ ശൈത്താനിന് വേണ്ടപ്പെട്ട ആളായി, ശൈത്താന്റെ മിത്രമായി തീരും. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലോ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുകയും ചെയ്യും. ആയതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാവണം. തൗഹീദിൽ നിങ്ങൾ വിശ്വസിക്കണം. ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകണം. വിഗ്രഹത്തെ ആരാധിച്ചത് കൊണ്ട് ഒരു നേട്ടവുമില്ല, അതുകൊണ്ട് ആപത്ത് വല്ലാതുണ്ടാവും എന്നുള്ള കാര്യം ഉപദേശിച്ചു. അതിന് മറുപടി കിട്ടിയത് അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. ഇബ്രാഹിമേ, നീ എൻ്റെ ദൈവങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുകയാണോ? ഉപേക്ഷിച്ചുകൊണ്ട് നീ സംസാരിക്കുകയാണോ? ഇതിൽ നിന്ന് നീ എൻ്റെ ദൈവങ്ങളെ മോശമാക്കി സംസാരിക്കുന്നതും അല്ലെങ്കിൽ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നതും ഒക്കെ, അതിൽ നിന്ന് നീ വിരമിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു ഓടിക്കും. തന്നെയല്ല, കുറെ കാലത്തിന് നീ ഞാനുമായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഇബ്രാഹിമിന് കിട്ടിയ മറുപടി. ഇബ്രാഹിം അലൈഹിസ്സലാമിന് പിതാവിൽ നിന്ന് കിട്ടിയ മറുപടി ഇതനുസരിച്ച്
വളരെ വ്യക്തമാണ്. പിതാവിന് വെറുപ്പുണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം മര്യാദക്കേടായിട്ട് അല്ലെങ്കിൽ പിതാവിനോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് കിട്ടിയ മറുപടി, മോനെ എന്ന് പറയേണ്ട സ്ഥാനത്ത് പിതാവ് പേരെടുത്ത് പറഞ്ഞിട്ടാണ്. തന്നെയല്ല, അതിനുശേഷമായിട്ട് ഭീഷണിയുമാണ് പിതാവിൽ നിന്നുണ്ടായത്. പിന്നെ ഇത് 46-ാമത്തെ ആയത്തിൽ. 47-ാമത്തെ ആയത്തിൽ ഈ മറുപടി കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ പറഞ്ഞത്, ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ്യാ. ഇബ്രാഹിം നബി പിതാവിനോട് പറഞ്ഞു, സലാമുൻ അലൈക, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ, സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ പിതാവേ. സഅസ്തഗ്ഫിറു ലക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട്, റബ്ബി എന്റെ രക്ഷിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് പാപമോചനം ലഭ്യമാവാൻ വേണ്ടി അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കും. ഇന്നഹു, തീർച്ചയായും അള്ളാഹു കാനാവനായിട്ടുണ്ട്, ബി എനിക്ക്, ഹഫിയൻ വളരെ ദയാലുവായിട്ടുണ്ട്, എന്നോട് വളരെ ദയ കാണിക്കുന്നതാണ് എൻ്റെ റബ്ബ്. അപ്പൊ ആ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് പൊറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരുവിധ മോശമായ കാര്യമോ നിങ്ങളോട് മര്യാദക്കേടായിട്ട് ഒരു കാര്യം എന്നിൽ നിന്നുണ്ടാവില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വാക്ക് പോലും എന്നിൽ നിന്നുണ്ടാവില്ല. കാരണം അത് പിതാവ് എന്നുള്ള മഹത്വം അനുസരിച്ച് അത് എന്നിൽ നിന്നുണ്ടാകാൻ പാടില്ല, ഒന്നും ഉണ്ടായേയില്ല. തന്നെയല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിക്കും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അവൻ എന്നോട് വളരെ ദയുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഈ 47-ാമത്തെ ആയത്തിൽ ഇതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്. ശേഷമായിട്ട് 48-ാമത്തെ ആയത്തിൽ, കുറച്ചു കാലം എന്നെയിട്ട് നീ ഒരു ബന്ധം പാടില്ല എന്ന് പിതാവ് പറഞ്ഞല്ലോ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ് പിതാവിനോട്, വായത്തസിലുക്കും വമാ തദ്ഉന മിൻ ദൂനില്ലാഹി വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യാ. വായത്തസിലുക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നു. വമാ തദ്ഉന മിൻ ദൂനില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ഇബാദത്തെടുക്കുന്ന വസ്തുക്കളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. റബ്ബി, എൻ്റെ നാഥനായ അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യ. അസാ അല്ലാ അകൂന, ഞാൻ ആവാതെ ഇരുന്നേക്കാം, ബിദുആഇ റബ്ബി, എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കൽ കൊണ്ട്, അല്ലെങ്കിൽ റബ്ബിന്റെ ഇബാദത്തെടുക്കൽ കൊണ്ട്. എടുക്കുന്ന കാരണം ഞാൻ ആവാതിരുന്നേക്കാം, ശഖിയ്യ, പരാജിതൻ ആവാതിരിക്കാം. ആയത്തസിലുക്കും, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോവുകയാണ്. വമാ തദ്ഉന മിൻ ദൂനില്ലാ, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെയും ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. വഅദ്ഉ റബ്ബി, എൻ്റെ റബ്ബിനെ ഞാൻ ആരാധിക്കുന്നു. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി, എൻ്റെ റബ്ബിനെ ഞാൻ ആരാധിക്കുന്നത് കാരണമായിട്ട് ഞാൻ ആവാതിരുന്നേക്കാം, ശഖിയ്യൻ, പരാജിതൻ ആവാതിരുന്നേക്കാം. ഇതിന്റെ തഫ്സീറിൽ, അത്റുക്കുക്കും വമാ തഅബുദൂന മിൻ മിനൽ ഔസാനി, വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നു,
ആയതുകൊണ്ട് ആ വിഗ്രഹങ്ങളെയും നിങ്ങളെയും ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് വർത്തഹലുമെന്ന് വിചാരിക്കും, ഇവിടെ നിന്ന് ഞാൻ യാത്ര ചെയ്യാണ്, യാത്ര പോകുന്നു. അഅ്ബുദു റബ്ബി വഹ്ദ മുഖ്ലിസൻ ലഹുൽ ഇബാദ, ഏകനായ അള്ളാഹുവിന് അവന് മാത്രമായിക്കൊണ്ട് ഞാൻ ആരാധിക്കുന്നു, അവനോട് പ്രാർത്ഥിക്കുന്നു. റാജിയം ബിസ്സബബി ഇഖ്ലാസി ഇയ്യാഹു, അള്ളാഹുവിന് മാത്രമായി ഞാൻ ആരാധിക്കുന്നത് കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാ യജാലനി ഷഖിയ, എന്നെ പരാജിതൻ അവൻ ആക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനെയും ജനങ്ങളെയും ഈ വിഗ്രഹങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് യാത്ര ചെയ്യാണ്. എവിടേക്ക്? സ്വദേശം വെടിഞ്ഞുകൊണ്ട് അഹലുകാരെ വിട്ടുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുക ഷാമിലേക്ക്, ഫലസ്തീൻ ഉൾപ്പെട്ട നാട്. ഫലം യത്റുക്കുഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തെ കൈവെടിഞ്ഞില്ല, വഹീദൻ ഏകനായിക്കൊണ്ട്. നാട്ടുകാരെയും വീട്ടുകാരെയും വിട്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങകലേക്ക് പോവുക. അങ്ങനെ പോവുകയാണെങ്കിലും അള്ളാഹു അദ്ദേഹത്തെ കൈവെടിഞ്ഞില്ല. പിന്നെ എന്തുണ്ടായി? ബൽ വഹബ ലഹു ദുർരിയതൻ വഅവദഹും വഅവദൻ ഖൈറ, അള്ളാഹു അദ്ദേഹത്തിന് മക്കളെയും നഷ്ടപ്പെട്ട മറ്റുള്ളതിന് പകരമായിട്ട് അതിലും ഖൈറായതിനെ നൽകുകയും ചെയ്തു. 49-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഫലമ്മാ യതസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ വകുല്ലൻ ജഅൽനാ നബിയ്യ. ഫലമ്മാ യതസലഹും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ വെടിഞ്ഞു പോയി. വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നതിനെയും അദ്ദേഹം ഒഴിവാക്കി. ഇങ്ങനെ ചെയ്തപ്പോൾ വഹബ്നാ ലഹു, അദ്ദേഹത്തിന് നാം നൽകി, അല്ല പറയാണ് നാം നൽകി, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെ നൽകി, യാക്കൂബിനെയും. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം രണ്ടാമത്തെ മകനാണ് ഇബ്രാഹിം നബിയുടെ. ആദ്യത്തെ മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാം. ഇസ്മായിൽ അലൈഹി ഇസ്ലാം ദബീഹുല്ലാഹ്, ഇസ്മായിൽ അലൈഹി ഇസ്ലാം അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു, അങ്ങനെ അറുക്കാൻ തയ്യാറായി. പിന്നെ ആ അറുക്കൽ കർമ്മം നടന്നില്ല, അള്ളാഹു നടത്തിയില്ല. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിച്ചു. അതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഇസ്മായിലിന് ശേഷമായിട്ടാണ് ഇസ്ഹാഖ് ജനിച്ചത്. ആ ഇസ്ഹാഖിനെ നമ്മൾ നൽകി ഇബ്രാഹിം നബിക്ക്. യാക്കൂബ, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബിനെയും നൽകി. അപ്പൊ പുത്രനെയും പൗത്രനെയും നൽകി. വകുല്ലൻ, അവരിൽ നിന്ന് ധാരാളം പ്രവാചകന്മാരുണ്ടായി. മുഫസ്സിരീങ്ങൾക്ക് ഇവിടെ ഒരു വീക്ഷണമുണ്ട്. ലമ്മാ ഹാജറ ഇബ്രാഹിം ഇലാ അർദി ശാം, ഇബ്രാഹിം അലൈഹിസ്സലാം ഷാമിലേക്ക് ഹിജ്റ പോവുക, സ്വദേശം വെടിഞ്ഞുകൊണ്ട് ഷാമിലേക്ക്. അങ്ങനെ അബാഹു വഅ്തസല അബാഹു, ഉപ്പയെ ഉപേക്ഷിച്ചു, തൻ്റെ ജനങ്ങളെയും അള്ളാഹുവിനു വേണ്ടി ഉപേക്ഷിച്ച് അദ്ദേഹം യാത്ര പോവുക ഷാമിലേക്ക്. അപ്പോൾ അള്ളാഹു ഇതിലും ഖൈറായിട്ടുള്ള ഇത് നൽകി. അതായത് ഇസ്ഹാഖ് നബിയെയും യാക്കൂബ് നബിയെയും അദ്ദേഹത്തിന് പിന്നെ പ്രവാചകന്മാരായ സന്താനങ്ങളെയും നൽകി. അപ്പോ അദ്ദേഹത്തിന് എല്ലാവരെയും വിട്ടുപിരിഞ്ഞതിലൊരു മനക്ലേശം ഉണ്ടായിരുന്നെങ്കിലും ഈ സന്താനങ്ങളൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ സന്താനങ്ങളുടെ സന്താനങ്ങളായി അവർ പ്രവാചകന്മാരായി, അതൊക്കെ വന്നപ്പോൾ അവരുടെ ആ വിഷമം അല്ലാഹു തആല ഇല്ലാതാക്കി. എത്രയോ പ്രവാചകന്മാരാണ്, 10,000-കണക്കിന് പ്രവാചകന്മാരാണ് പിൽക്കാലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ബനി ഇസ്രായേലിലുള്ള പ്രവാചകന്മാരും മുഴുവനും യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താനത്തിൽ. അതിന്റെ പേരിലാണ്
ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സന്തതികളെ എന്നാണ്. ഖുർആനിൽ സർവ്വസാധാരണമായിട്ട് ആ പേരെടുത്ത് പറയുന്നുണ്ട്, ഈ ബനി ഇസ്രായേൽ എന്നുള്ള. ഇസ്രായേൽ എന്നുള്ള യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് എന്നുള്ളത് മുമ്പുള്ള ചില വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സന്തതികളാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. എത്രയോ പ്രവാചകന്മാരാണ് ബനി ഇസ്രായേലിൽ വന്ന പ്രവാചകന്മാരൊക്കെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിലൂടെ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിലൂടെ വന്ന പ്രവാചകന്മാരാണ്. അങ്ങനെ പ്രവാചകന്മാരും ഇബ്രാഹിം നബിയുടെ സന്താനങ്ങൾ രണ്ട് പേരാണ്, ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും. ഇസ്മായിൽ നബിയിലൂടെ അറബികൾ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായി, അങ്ങനെ പ്രവാചകനായി. ആ ഖാത്തിമുൻ നബിയ്യീൻ, അവസാനത്തെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഈസ നബി വരേക്കും ബനി ഇസ്രായേലിലെ പ്രവാചകന്മാർ. ഇതിൽ അധിക പേരും യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. 10,000-കണക്കിന് പ്രവാചകന്മാരുണ്ട്. ഇതിന്റെ പേരിൽ ഇബ്രാഹിം നബിക്കും യാക്കൂബ് നബി, ഇസ്ഹാഖ് നബി ഇവർക്കെല്ലാം വളരെ സന്തോഷിക്കാനിടയായി. എല്ലാവരും പ്രവാചകന്മാരാണ്, സാലിഹീങ്ങളാണ്. അപ്പൊ അതിന്റെ പേരിൽ അപ്പോൾ 49-ാമത്തെ ആയത്താണത്. 50-ാമത്തെ ആയത്തിൽ വഹബ്നാ ലഹും മിൻ റഹ്മതിനാ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ്യാ. വഹബ്നാ ലഹും, നമ്മൾ അവർക്ക് നൽകി, മിൻ റഹ്മതിനാ, നമ്മളുടെ റഹ്മത്തിൽ നിന്ന്, നമ്മളുടെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് നൽകി. വജഅൽനാ ലഹും, അവർക്ക് നാം നൽകി, ലിസാന സിദ്ഖിൻ, ഒരു സൽകീർത്തി നൽകി. സൽകീർത്തി എന്ന് പറഞ്ഞാൽ അലിയ, ഉന്നതമായ സൽകീർത്തി. എന്നും എന്നും അവരെ സംബന്ധിച്ച് നല്ല നല്ല കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. അത് എന്നുവരെ, ഖിയാമത്ത് നാൾ വരെ. ഇങ്ങനെ ഒരു നിലപാട് അല്ലാഹു തആല ഇവർക്ക് നൽകിയത്. ആർക്ക്? ഇബ്രാഹിം നബി, പിന്നെ ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി. ഈ 4 പേരും അവരുടെ സന്താന പരമ്പരയായിട്ടുള്ള എല്ലാവർക്കും ഒരു ലിസാന സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു സൽകീർത്തി. അവരെ പറ്റി നല്ലതേ ആളുകൾ പറയൂ. അങ്ങനെ പറയുന്ന ഒരു നിലപാട് അല്ലാഹു തആല നൽകി. അപ്പൊ ഏത് മതക്കാരാണെങ്കിലും, ജൂതന്മാരാണെങ്കിലും മറ്റുള്ള ഏത് മതക്കാർ, നസാറകളാണെങ്കിലും, കാരണം അവർ ചെയ്തു വെച്ച അവരുടെ ആ നിലപാട് അങ്ങനെയായിരുന്നു. നല്ല കാര്യങ്ങളാണ്, ആർക്കും തൃപ്തിയുള്ള കാര്യങ്ങളാണ് അവരിൽ നിന്നുണ്ടാവുക. തന്നെയല്ല, ഇബ്രാഹിം നബിക്ക് എന്നും സലാത്ത് ചെല്ലുന്ന ഇതാണ് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്ത് ചെല്ലുന്നത് പോലെ ഇബ്രാഹിം നബിക്കും സലാത്ത് ചെല്ലുന്നു. കാരണം വഅലാ ആലി ഇബ്രാഹിമ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് എന്നുള്ള സലാത്ത് ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും എന്നും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന വിധത്തിലുള്ള സ്വലാത്താണ് അല്ലാഹു തആല വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ നിലയിലും അവരുടെ ആ സ്തുതിഗീതങ്ങളും അവരെ സ്തുതിക്കുന്ന വിധത്തിലുള്ള സംസാരവും ആ സൽകീർത്തി എന്നും നിലനിർത്തിക്കൊണ്ട് അള്ളാഹു അങ്ങനെ നിഅമത്തുകളൊക്കെ ചെയ്തു വെച്ചു. അപ്പൊ ഇത് 50-ാമത്തെ ആയത്താണ്. ഇപ്പോൾ പിന്നെ 45 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ എടുത്തത്. എല്ലാ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും എളുപ്പത്തിൽ ലഭ്യമാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.